മോർണിംഗ്. നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. പ്രഷർ കുക്കറിൽ നമ്മൾ സവോളയൊക്കെ റെഡിയാക്കിയിട്ട് വേഗം തന്നെ മുട്ടക്കറി ഉണ്ടാക്കാം. പാനിലൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രഷർ കുക്കർ മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയ്ക്കായിട്ട് 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ വീട്ടിലുള്ള പൊടികളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവോള ഒന്ന് കുക്കറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം കുക്കറിലേക്ക് മാറ്റാം. സവോള നമ്മൾ നീളത്തിലാണ് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസ് ചെയ്യാം കേട്ടോ. നീളത്തിൽ തന്നെ വേണമെന്നില്ല, പക്ഷെ നീളത്തിലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം സമയം സവോള വേവിക്കുന്നുണ്ട്. അപ്പോൾ സവോള വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകാതിരിക്കാനാണ് നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് സവോളയുടെ കൂടെ ചേർക്കാം. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മുഴുവനെ സ്പ്ലിറ്റ് ചെയ്തിടരുത്, ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ തന്നെ ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, എരിവ് അധികം ഉണ്ടാവില്ല. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെ എരിവും കിട്ടും നമുക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. റോസ്റ്റ് ചെയ്ത് പൊടിച്ചതല്ല, വെറുതെ പൊടിച്ചതാണ്. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് രണ്ടും നമുക്ക് വീണ്ടും ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചമുളകും തക്കാളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അത് റെഡിയാക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വയ്ക്കുക. അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ സവോളയുടെ ഗ്രേവി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഞാൻ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്തോളൂ. ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്ക് എണ്ണയിലേക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ആദ്യം നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ആ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി വരണം. അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇതിൽ തേങ്ങാപ്പാലൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒഴിച്ച 1 കപ്പ് വെള്ളം, അത് തന്നെയാണ് നമ്മുടെ ഗ്രേവി. തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മുട്ടക്കറിയല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി അങ്ങനെ തന്നെ നമ്മൾ പാനിലേക്ക് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. വേറെ പൊടികളൊന്നും ചേർക്കരുത്, കുരുമുളക് പൊടി മാത്രം ചേർക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മസാലയിലേക്ക് പിടിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടല്ലല്ലോ ഗ്രേവി റെഡിയാക്കിയിട്ടുള്ളത്, വെറുതെ വെള്ളം ഒഴിച്ചിട്ടല്ലേ റെഡിയാക്കിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്താലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ.
അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു മധുരവും ആ ഒരു പുളിയും ഒക്കെ വരുമ്പോൾ കറക്റ്റ് ആവും. പിന്നെ നിങ്ങളുടെ കറിക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തോളൂ. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, കറക്റ്റ് പുളിയൊക്കെയാണ്. അപ്പോൾ ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പുളി ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി തുടങ്ങി. ഞാനിപ്പോൾ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ മുഴുവനായിട്ടോ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മുട്ട ഒന്നുകൂടി ഒന്ന് മസാലയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കറി. അതിനനുസരിച്ച് നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ തിളപ്പിക്കുക. 2 മിനിറ്റോ 4 മിനിറ്റോ തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തിളപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി മുട്ടക്കറിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ, നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.